എൻ്റെ അത്താനെ കണ്ടിട്ട് ഞാൻ വർഷങ്ങളായിട്ടാണ്. എൻ്റെ അത്താനെ എവിടെയെന്ന് തന്നെ എനിക്കറിയില്ല. എൻ്റെ അത്ത ഏത് നാട്ടിലുണ്ടോ, എങ്ങനെയാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ അത്താൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് കാണാൻ പോതിയായി. കാരണം എവിടെയെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടുപിടിച്ചിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും. അതിനുള്ളൊക്കെ അനുഭവിക്കാണ്ട് എവിടെയും പോകുന്നില്ല. പിന്നെ നിങ്ങൾ എൻ്റെ തള്ളനെ വല്ലാണ്ട് ഇങ്ങനെ പുകഴ്ത്തി പറയണ്ടല്ലോ. എൻ്റെ തള്ള അത്ര നല്ല പിള്ളൊന്നുമല്ല. പിന്നെ 3 മക്കളെ നോക്കാൻ വേണ്ടി തന്ത്രം ഒഴിവാക്കി 3 ഉണ്ടാക്കാൻ നിനക്ക് എൻ്റെ ആപ്താന ആവശ്യം വന്നൂലേ? അവനവൻ്റെ വാപ്പാൻ്റെ മുതല്, ഉമ്മ, 5-8 ആങ്ങളാരും ഒക്കെ ചത്തു ഒടുങ്ങി 8 3 ബാലൻസ് ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഷാഹിദ ഷാജിയുടെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ കാണാവുന്നതാണ്. അല്ലാതെ നമ്മൾ ഷാജിയുടെ വീഡിയോ വരുമ്പോൾ നമ്മൾ പറയാറുണ്ടായിരുന്നു കുട്ടികളെ മാറ്റി നിർത്തി കാണുമെന്നൊക്കെ. എന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ലൊരു വീഡിയോ ആണ്, ഒരു ഫാമിലി വീഡിയോ തന്നെയാണ്. ഷാഹിദ ഷാജി ഏതായാലും അവരുടെ തെറ്റുകളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വന്തം മുപ്പയെ തിരിച്ചു കൊണ്ടുവന്ന് നോക്കാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട് എന്നൊക്കെയാണ് ഈ വീഡിയോ പറയുന്നത്. നമുക്കതിലേക്കൊക്കെ ഒന്ന് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കിതിലേക്ക് പോകാം. ഇന്ന് ഷാഹിദ ഷാജിയുടെ ഒരു വീഡിയോ വന്നതിന് പുറത്ത് ഷഫീനയും അതുപോലെ തന്നെ മുത്തും എല്ലാം ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ കാഴ്ചയിൽപ്പെടുകയുണ്ടായി. തീർച്ചയായും ഒരുപാട് പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഷാഹിദയുടെ കള്ളക്കണ്ണീരാണ്, ഷാഹിദ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഷാഹിദ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലയോ എന്ന്. നമുക്ക് ആദ്യമായിട്ട് ഷാഹിദ പറയുകയാണ്, ഷാഹിദൻ്റെ ഉപ്പയെ കാണാനായിട്ട് ഷാഹിദ 1 വർഷം പിന്നിട്ടിരിക്കുന്നു, വർഷങ്ങളായി എന്നാണ് ഷാഹിദ പറയുന്നത്. അതിലൊക്കെ സത്യസന്ധമുണ്ടോ എന്ന് നമുക്ക് ആദ്യമായി ഷാഹിദയുടെ വാക്കുകളൊന്ന് കേൾക്കാം, അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക്. അലയുന്ന ആളാണ്, 4 പറ അലയുന്ന ആളാണ് എൻ്റെ അത്താക്ക്. ഞാൻ ഇവിടെ ഒരു മനുഷ്യന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ടെങ്കിൽ അതിൻ്റെ പുണ്യം കൊണ്ട് പടച്ചോൻ എൻ്റെ അത്താക്ക് അവിടെ ആരെങ്കിലും ഫുഡ് വാങ്ങി കൊടുക്കാനുള്ള ഒരു ആളിനെ പടച്ചോൻ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ആ ഒരു മനസ്സിലൊരു വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളാണ്. കാരണം എൻ്റെ അത്താനെ കണ്ടിട്ട് ഞാൻ വർഷങ്ങളായിട്ടാണ്. എൻ്റെ അത്താനെ എവിടെയെന്ന് തന്നെ എനിക്കറിയില്ല. എൻ്റെ അത്ത ഏത് നാട്ടിലുണ്ടോ, എങ്ങനെയാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ അത്താൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് കാണാൻ പോതിയായി. കാരണം എവിടെയെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടുപിടിച്ചിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും. പക്ഷെ എനിക്കറിയില്ല ആ മനുഷ്യൻ എവിടെയെന്ന് എനിക്കറിയില്ല. നമ്മളില്ലേ തെരഞ്ഞു പോകേണ്ട അവസ്ഥ, എവിടെയും തെരഞ്ഞാലും കിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ ഉണ്ടാവും, നാളെ അവിടെ ഉണ്ടാവും, എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ഈ പാലക്കാട് തന്നെ ചുറ്റുണ്ടാവും, പക്ഷെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇത് പറയുകയാണ്, ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കുന്നതും ഭക്ഷണം വാങ്ങി കൊടുക്കുന്നതുമെല്ലാം എൻ്റെ അത്താക്ക് അതുപോലെ തന്നെ എവിടെയെങ്കിലും കിടന്നിങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ കൊടുത്താൽ അവിടെ പടച്ചവൻ കൊടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറയുന്നത് സത്യമാണ്. നമ്മൾ അങ്ങനത്തെ ഒരു കൈകൊണ്ട് നല്ല സഹായം ചെയ്താൽ തീർച്ചയായിട്ടും പടച്ചവൻ നിങ്ങളുടെ ഉപ്പയെ അവിടെ നിന്ന് ആരെങ്കിലും മറ്റൊരു ഭക്ഷണം കൊടുത്ത് സംരക്ഷിക്കുക തന്നെ ചെയ്യും. അന്ന് 100% സത്യസന്ധമാണ്. ഷാഹിദ ഷാജിയുടെ ഈ കണ്ണീര് സത്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ കണ്ടു. നിങ്ങൾ നോക്കണ്ട എന്ന് നമ്മളും പറയുന്നില്ല. ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്ന ഒരാളാണ്. അങ്ങനെ സഹായിക്കണം, എല്ലാവർക്കും ഭക്ഷണം വാങ്ങി കൊടുക്കണം, ഡ്രസ്സുകൾ വാങ്ങി കൊടുക്കണം, എല്ലാം നല്ല കാര്യം തന്നെ. അതുപോലെ തന്നെ സ്വന്തം വാപ്പയെ കൂടി നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തി നോക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങളൊരു നല്ലൊരു പുത്രിയായി മാറുന്നത് എന്നുള്ളതാണ്. പിന്നെ ഷാഹിദ പറയുന്ന ഒരു കാര്യം, 2 വർഷത്തിന് പുറത്തായി പോലും ഷാഹിദ വാപ്പയെ കാണാഞ്ഞിട്ട് വാപ്പയെ കാണാൻ കൊതിയായി എന്നാണ് പറയുന്നത്. പച്ച കള്ളത്തരമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും അക്കാര്യത്തിലില്ല. കാരണം ഷാഹിദ ഷാജിയും മുത്തും ഇതിനു മുന്നേ അവിടുന്ന് പ്രശ്നമുണ്ടാക്കുന്ന സമയത്ത് ഷാഹിദ ഷാജി ഇവരുടെ ഇളയമയുടെ മകനായ സിനാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട്, അവിടെയുണ്ട്. ആ സമയത്ത് ഏകദേശം ഇവരുടെ വീടുമായി നമ്മുടെ സിനാൻ്റെ വീടിന് ഏകദേശം 50 മീറ്റർ ദൂരം മാത്രമേ അകലമുള്ളൂ. എന്നിട്ടും ഷാഹിദ ഷാജിക്ക് ആ വാപ്പ അന്ന് അവിടെ കയറാതെ നേരെ അപ്പുറത്തൂടി അവിടുത്തെ താഴത്തെ വീട്ടിലേക്ക് പോവുകയായിരുന്നു എന്നാണ് മുത്തു ഇന്ന് സാക്ഷ്യപ്പെടുത്തിയ വീഡിയോയിൽ പറയുന്നത്. നമുക്കതിലേക്കൊക്കെ പോകാം. എപ്പോൾ എങ്ങനെയാണ് ഷാഹിദ ഷാജിക്ക് ഇത്രയും വർഷമായിട്ട് സ്വന്തം വാപ്പാനെ ഒന്ന് കാണാൻ പോലും പറ്റാത്തത്ര തിരക്കായി പോയോ? എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ബാക്കി പറയും, നമുക്കതുകൂടി കേൾക്കാം. പക്ഷെ ഇപ്പം ആളെവിടെയെന്ന് തന്നെ എനിക്കറിയില്ല, ഞാൻ കാണലില്ല. നാട്ടിലാകുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ വരും, ആള് വരലുണ്ട്. അളാമ്മ ചായ വെച്ച് കൊടുക്കും, എന്തെങ്കിലും ഭക്ഷണമൊന്നും വാങ്ങലില്ല, അങ്ങനെ കഴിക്കലുമില്ല ആള്. അപ്പോൾ എന്താ പറയുക, പറ്റ മെലിഞ്ഞ് ഒട്ടി ഉണങ്ങി എന്തൊക്കെയായി തീർന്നിട്ടുണ്ട്. അറിയില്ല എവിടെയെന്ന് അറിയില്ല. നമ്മളിപ്പോൾ നല്ലൊരു പ്രാപ്തിയിലുണ്ട്, പക്ഷെ ആളിനെ കിട്ടണ്ടേ? കയ്യിൽ കിട്ടിയാലല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. പിന്നെ ആളിനെ തിരഞ്ഞുകൊണ്ട് നടക്കാനുള്ള സമയം എനിക്കില്ല. എവിടെ പോയിട്ടോ തിരയുക, എവിടെ അന്വേഷിക്കുക, ആരുടെ അടുത്താണെന്ന് പറയുക. നമ്മൾ ഫോണൊക്കെ നമ്മൾ കയ്യിലുണ്ട് പറഞ്ഞ് വിളിച്ചു ചോദിക്കാം, പക്ഷെ ഇത് ഫോൺ ഉപയോഗിക്കാനുള്ള ബുദ്ധിയില്ല, വിവരമില്ല, അങ്ങനെ നടക്കുന്നുണ്ട്. പഠിച്ചവനെ എവിടെയെങ്കിലൊക്കെ ആയിട്ട്
ഉണ്ടാവുമായിരിക്കും, എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുമായിരിക്കും. തെരഞ്ഞു പോകണമെന്ന് വിചാരിച്ചാൽ തന്നെ എങ്ങോട്ടും വെച്ച് പോകാൻ കഴിയില്ല. നടക്കുന്ന ആളല്ലേ, അതൊക്കെ സത്യമാണ്. അതുപോലെ തന്നെ മൊബൈൽ ഉപയോഗിക്കാനൊന്നും അറിയില്ലല്ലോ, ഒന്ന് വിളിച്ചു നോക്കാൻ വേണ്ടി. ഷാഹിദ ഷാജിക്ക് ഒന്ന് ഉപ്പയെ കണ്ടു കിട്ടണം എന്നാണ് പറയുന്നത്. ഇതിന് നെല്ലിക്കാട് നിന്ന് ഷാജിദ ഈ വീട് മാറി വന്നതിന് ശേഷം ഏകദേശം ഒരാഴ്ച സമയം പോലും ആയിട്ടില്ല. എന്നിട്ട് ഷാജിദ അവിടുന്ന് പറയാണ്, എൻ്റെ നാട്ടിലായിരുന്ന കാലത്ത് അവിടെ ഇളയമാൻ്റെ അടുത്തൊക്കെ പോലുണ്ട്, ചായ കുടിക്കലുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് വലിയ ദൂരത്തൊന്നുമല്ല. ഇളയമാൻ്റെ വീടും ഷാജിദയുടെ വീടും തമ്മിൽ ഏകദേശം 50 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. നോക്കിയാൽ കാണുന്ന ദൂരമാണ്. ഇതിൻ്റെ മുന്നേ പ്രശ്നമുണ്ടായ സമയത്ത് മുത്തും തമ്മിലുള്ള വർത്തമാനം നടക്കുന്ന സമയത്ത് ഷാജിദ റോഡിൽ നിന്ന് തെറി വിളിച്ച് പറയുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് ആ വീടും തമ്മിൽ എത്രമാത്രം ദൂരമുണ്ട് എന്ന്. അവിടെ വരുന്ന വാപ്പാനെ ഷാജിദക്ക് കണ്ടു കിട്ടുന്നില്ല പോലും. ഇനി എവിടെയെന്ന് വെച്ചാൽ അന്വേഷിക്കാനാണെന്ന് ഷാജിദ ചോദിച്ചു. ഷാജിദ, നെല്ലിക്കാട് നീ താമസിച്ച നിന്റെ വീട്ടിലേക്ക് പോയാൽ വാപ്പ ആ വീട്ടിൻ്റെ തായി 2 ദിവസം മുന്നേ പോലും വന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചു പോയി എന്നാണ് മുത്തു പറയുന്നത്. ഇനി തനിക്ക് അത്രയ്ക്കും താല്പര്യമുണ്ട് സ്വന്തം വാപ്പയെ നോക്കാൻ എന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് അവർ തന്നെ പറഞ്ഞു, ഇനി വരുന്ന സമയത്ത് ഞങ്ങൾ വിളിച്ച് ഷാഹിദയെ അറിയിക്കാം, ഇവിടെ എത്തിയിട്ടുണ്ട് നിന്റെ വാപ്പ, നിനക്ക് കൂട്ടിക്കൊണ്ടുപോയി നോക്കാമെന്ന് പറയുന്നു. നീ അത് ചെയ്യണം, തീർച്ചയായിട്ടും അത് തന്നെയാണ് നീ ചെയ്യേണ്ടത്. നിന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ നീ ചെയ്തു, അതുകൊണ്ട് ഇതെങ്കിലും നീ ഒരു നല്ല കാര്യം നീ ചെയ്യേണ്ടതായിട്ടുണ്ട്. നീ വാപ്പാനെ കണ്ടില്ല, വാപ്പാനെ ഇത്ര വർഷങ്ങളായിട്ട് നീ കണ്ടില്ല എന്നൊക്കെ പറയുന്നത് 100% കള്ളത്തരമാണ് എന്നുള്ളത് നിനക്കും നിന്റെ 5 മക്കൾക്കും അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് താമസിക്കുന്ന അയൽവാസികൾക്കും അതുപോലെ തന്നെ മുത്തുവിനും സിനാനും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അത് നീ പറയുന്നത് തെറ്റാണ്. പക്ഷേ നിന്റെ തീരുമാനം നല്ലതാണ് എങ്കിൽ തീർച്ചയായിട്ടും 100% നമ്മളും അതിനോട് യോജിക്കുകയാണ്. സ്വന്തം ഉപ്പയെ നോക്കുക എന്ന് പറയുന്നതിൽ പകരം വലിയ പുണ്യമായിട്ട് വേറെ ഒന്നുമില്ല. ഉമ്മാനെ നീ ഏതായാലും നോക്കുന്നില്ല, ഉപ്പയെങ്കിലും നീ നോക്കണം. എന്നാൽ ഈ കാര്യങ്ങൾ സത്യസന്ധമായി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം മുത്തു പറയുന്നൊരു വീഡിയോ തന്നെയാണ്, അത് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ മുത്തു പറയുന്ന കേട്ടാൽ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ അതേപോലെ ഓള് ഉപ്പാന്റെ കാര്യം പറഞ്ഞു. ഉപ്പാനെ തിരഞ്ഞെടുക്കാൻ സമയമില്ല. അവൾക്ക് ബിസിനസ്സാണ്, അവൾക്ക് വലുത്. എനിക്ക് അവള് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും എടുത്ത് പറയാനുണ്ട്. അവളുടെ ഉപ്പാന്റെ കാര്യം പറയാം ഞാൻ. അത്താന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളാമാന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് പറയുന്നുണ്ട്. എളാമാന്റെ വീട് ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും ചിലവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. നമ്മുടെ സിനാന്റെ വീട്ടിലേക്കാണ് അവളുടെ ഉപ്പ വരുന്നത്. അവളുടെ ഉപ്പ ഇടയ്ക്കും തലക്കൊക്കെ വന്നു പോകണ്ട അവിടെ. ഭക്ഷണം കഴിച്ചിട്ടായാലും ചായ കുടിച്ചിട്ടായാലും അതൊക്കെ ശരിയാണ്. അവളുടെ എളാമ വെച്ചു കൊടുക്കണൊക്കെ ഉണ്ട്, അതൊന്നും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ ശരിയാണ്. അത് എളാമാൻ്റെ ഒരു മനസ്സ്, അല്ലാണ്ട് ഇവളല്ല. പിന്നെ ഇവൾ ആ വീട്ടില് തല്ലുകൂടി നിൽക്കുമ്പോൾ ഇവളുടെ ഇപ്പ അപ്പുറത്ത് കൂടെ വന്നിട്ട് എളാമാൻ്റെ വീട്ടിൽ കയറും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അല്ലാണ്ട് ഇവള് പറയണ പോലെ അത്ത ഫുൾ ടൈം അലഞ്ഞു നടക്കുകയാണ് അങ്ങനെയൊന്നും, അതൊക്കെ പറയണത് മോശമല്ല. അപ്പം ഷാജി സത്യസന്ധമായിട്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നു. ഇളയമാൻ്റെ വീട്ടിൽ ഇവരുടെ അത്ത എന്ന് പറയുന്ന ഇവരുടെ വാപ്പ വരാറുണ്ട്, അവിടുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്, അവിടെ നിന്ന് പോകാറുണ്ട്. പക്ഷേ ഷാജിക്ക് ബിസിയാണ്, ടൈമില്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്കും തിരക്ക് പിടിച്ച ബിസിനസ്സിനിടയിൽ ഷാഹിദക്ക് വാപ്പയെ ഒന്ന് അന്വേഷിക്കാനോ കണ്ടുപിടിക്കാനോ വേണ്ടി പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സിനാനോട് ഞങ്ങൾക്ക് ഈ വീഡിയോ സിനാൻ കാണുന്നുണ്ട് എങ്കിൽ എനിക്ക് ഒരു ചെറിയ ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു ഉപദേശം താങ്കളോട് പറയാനുള്ളത് നിർദ്ദേശം താങ്കളോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഇനിയെങ്കിലും ഷാജിയുടെ വാപ്പ നിങ്ങളുടെ ഇളയമയായ മകൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുള്ള പ്രശ്നങ്ങളും അവിടെ നിന്നുകൊണ്ട് ഒരു കോളെങ്കിൽ നിങ്ങൾ ഷാജിയെ വിളിച്ചുകൊണ്ടൊന്ന് അറിയിക്കണം, നിങ്ങളുടെ ഉപ്പ ഇവിടെയുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടെങ്കിലും നിങ്ങൾ അയൽവാസികളെ കൊണ്ടൊന്ന് വിളിപ്പിച്ച് ഷാജിയെ നിങ്ങൾ അറിയിക്കണം. എന്നിട്ട് നിങ്ങൾ നോക്കണം. നമുക്ക് ഷാജിക്ക് സ്വന്തം ഉപ്പയെ നോക്കാനുള്ള താല്പര്യം കൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് ഷാജിദക്ക് ആ ഉപ്പയെ കാണാൻ കൂടി കഴിഞ്ഞിട്ടില്ല എന്ന് ഷാജിദ് അത്രയും സങ്കടത്തോടു കൂടി പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഏറ്റവും ചെറിയൊരു ഉപകാരമാണ് അത് നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഉമ്മയെക്കുറിച്ച് ഷാജിദ പറയാത്ത തെറികളില്ല. ഇപ്പോഴും ഉമ്മ പറയുന്നുണ്ട്, ആ അത്ത എന്ന് പറയുന്നവരെ ഹസ്ബൻഡിനെ നോക്കാത്തതിന് അനുഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന വാക്കുകൾ അതുകൂടി ഒന്ന് കേൾക്കും. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ ഭാര്യയായിട്ട് നമ്മൾ ഭാര്യമാര് ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ നോക്കാൻ ഡോക്ടർമാർ സമ്മതിക്കില്ല. ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞത്, പൈസ ഞാൻ ഇറക്കാം, നമ്മുടെ അത്താനെ നമ്മൾ കൊണ്ട് നോക്കാം, എവിടെയാണെങ്കിലും കൊണ്ട് നോക്കാന്ന് പറഞ്ഞാൽ എൻ്റെ തള്ള നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കൊണ്ടുപോയി നോക്കിക്കോന്ന് പറഞ്ഞത്. അതിനുള്ളൊക്കെ അനുഭവിക്കാണ്ട് എവിടെയും പോകുന്നില്ല. പിന്നെ നിങ്ങൾ എൻ്റെ തള്ളനെ വല്ലാണ്ട് ഇങ്ങനെ പുകഴ്ത്തി പറയണ്ടല്ലോ. എൻ്റെ തള്ള അത്ര നല്ല പിള്ളൊന്നുമല്ല, നിങ്ങൾ വിചാരിക്കുന്ന ആളേ അല്ല.
എൻ്റെ അത്താനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ചൊരു വ്യക്തിയാണ്. പിന്നെ 3 മക്കളെ നോക്കാൻ വേണ്ടി തന്ത്രം ഒഴിവാക്കി. 3 എണ്ണത്തിന് ഉണ്ടാക്കാൻ നിനക്ക് എൻ്റെ അത്താനെ ആവശ്യം വന്നൂലേ? നിന്റെ 3 പെൺകുട്ടികളെ നീ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ 3 എണ്ണത്തിന് ഉണ്ടാക്കിയത് എൻ്റെ അത്തയാണ്. ഒരിക്കലും ഒരാണില്ലാണ്ട് ഒരു പെണ്ണിന് കുട്ടികൾ കിട്ടില്ല. അപ്പൊ നീ 3 ഇപ്പൊ നീ 2 എന്നെ ഒഴിവാക്കിയതാണ്, എന്നെ മകളല്ലാന്ന് പറഞ്ഞതാണ്. 2 എണ്ണത്തിന് നീ കെട്ടിപ്പിടിച്ചിരിക്കണ്ടെങ്കിൽ ആ കെട്ടിപ്പിടിച്ചിരിക്കണ അവളെ ഉണ്ടാക്കിയത് എൻ്റെ അത്തയാണ്. 2 എണ്ണത്തിന് നീ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ വീട്ടിലിരിക്കണ്ടെങ്കിൽ ആ ഉണ്ടാക്കിയ ആള് നീ ആട്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ പടച്ചോനെടുത്ത് ഇന്നല്ലെങ്കിൽ നീ ഉത്തരം പറയണം. അറിയിപ്പിക്കും പടച്ചോൻ. ഇതിൽ കടന്ന് തുള്ളിയിട്ടുണ്ടായിരുന്നത് ആങ്ങളാര്, അവനവന്റെ വാപ്പാന്റെ മുതല്, ഉമ്മ, 5-8 ആങ്ങളാര് ഒക്കെ ചത്ത ഒടുങ്ങി. 8 എണ്ണത്തിൽ 3 എണ്ണം ബാലൻസ് ഉള്ളൂ. അപ്പോൾ ഷാജിദ വീണ്ടും ഉമ്മക്കെതിരെ വളരെ മോശകരമായ രീതിയിൽ നീ എന്നാണ് പറയുന്നത്. നീ അനുഭവിക്കും എന്നാണ് പറയുന്നത്. ഈ മക്കളെ തനിച്ചാക്കിക്കൊണ്ട് ഈ സുഖമില്ലാത്ത വാപ്പയാണ് എന്ന് ഷാജിദ നീ തന്നെ പറയുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളെ ചോരക്കുണ്ണികളെ കയ്യിലെടുത്തുകൊണ്ട് ഇന്ന് നീ സംസാരിക്കുന്ന നിലവിലേക്ക് 32 വയസ്സായി നീ എന്നെ പറയുന്ന 32 കൊല്ലം വരെ നിന്നെ വളർത്തി പോറ്റിയ നിന്റെ ഉമ്മയെ നീ നാവെടുത്ത് പറയുന്ന ആ വാക്ക്, എന്ത് പറഞ്ഞാലും നിന്റെ ഉമ്മ ഈ 3 പെൺകുട്ടികളെ സുഖമില്ലാത്ത വാപ്പയാണ് എന്ന് 100% ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഉമ്മ എത്ര കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിലൂടെയായിരിക്കും നിന്നെ നോക്കി നിങ്ങളെ കല്യാണം കഴിച്ച് വിടുന്നത് വരെ നിങ്ങൾക്ക് മഹറും നിങ്ങൾക്ക് പൊന്നും പണ്ടവും എല്ലാം തന്ന് നിങ്ങളെ പറഞ്ഞേച്ച് 3 പെൺകുട്ടികളെ വലുതാക്കിയ ഉമ്മയെ നീ ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്ന ഈ രീതി വളരെ മോശകരമാണ്. കാരണം രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നിന്റെ വാപ്പ നീ തന്നെ പറയുന്നുണ്ട് ചില പ്രശ്നങ്ങളുള്ള ഒരാളാണ്. അപ്പോൾ എത്രമാത്രം ആ ഉമ്മ ആ ചെറിയ സമയത്ത് ഉമ്മൻ്റെ ചെറിയ പ്രായത്തിൽ ഉമ്മ സബൂർ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് നീ പോലെയുള്ള നിന്റെ 2 സഹോദരിമാരടക്കമുള്ള ആൾക്കാർ ഇവിടെ വന്ന് വീഡിയോ ചെയ്യാൻ വരെ പാകത്തിന് നിന്നെ വലുതാക്കിയ നിന്റെ ഉമ്മയെ നീ തള്ളിപ്പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ നീയും കൂടി വാങ്ങി വെക്കേണ്ടി വരും. നീ പറയുന്നുണ്ട് നിന്റെ ഉമ്മ നിന്റെ അത്തയെ നോക്കാത്തത് കൊണ്ട് തീർച്ചയായിട്ടും അവൾ നീ അനുഭവിക്കുമെന്നാണ് നീ പറയുന്നത്. ഒരു കാരണവശാലും സ്വന്തം ഉമ്മയെ നീ അങ്ങനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി പാടില്ല, തെറ്റാണ്. അതിനുള്ള ശിക്ഷ നിനക്കും തീർച്ചയായിട്ടും കിട്ടുക തന്നെ ചെയ്യും. പിന്നെ ഉമ്മാൻ്റെ ആങ്ങളമാരൊക്കെ ചത്തുപോയി, അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി, 8-ൽ 3 ചത്ത് ബാക്കി 3 എണ്ണം കൂടിയേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ പറഞ്ഞു മനുഷ്യന്മാരെ ഒരു കാരണവശാലും അങ്ങനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി പാടില്ല. നമ്മളൊരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിനെ ബഹുമാനിക്കാനാണ് നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. തീർച്ചയായിട്ടും നീ ആ മതത്തിൽ വിശ്വസിക്കുന്ന അതിൻ്റെ ഒരു അനുയായിയാണ് എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും അതിന് മരിച്ചവരോടെങ്കിലും ഒരു ബഹുമാനം എപ്പോഴെങ്കിലും നീ കാണിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ നീ പറഞ്ഞത് സത്യസന്ധമായിട്ടാണ് എങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ഉപ്പയെ നീ കൊണ്ടുപോയി നോക്കണം. അതുപോലെ തന്നെ നിന്റെ ഉമ്മയെയും നീ നോക്കേണ്ടതാണ്. ഇനി പറ്റുന്നില്ലെങ്കിൽ ഉപ്പയെങ്കിലും നീ കൊണ്ടുപോയി, നീ ഇപ്പോൾ സ്വന്തമായിട്ട് വീടൊക്കെ എടുത്ത് താമസിക്കുകയാണ്, തീർച്ചയായിട്ടും നിൻ്റെ അടുത്ത് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ എന്നെ പറയുന്നുണ്ട് പൈസ ഇറക്കാം, ഞാൻ ഉമ്മയോടൊരു പ്രാവശ്യം പറഞ്ഞു പോലും നമ്മൾ കൊണ്ടുപോയി നോക്കാം, ഉമ്മ സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിനക്ക് നോക്കാനുള്ള എല്ലാ കഴിവും തൻ്റെ ഇടവും പ്രാപ്തിയും എല്ലാം നിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിൻ്റെ ഉപ്പയെങ്കിലും നീ കൊണ്ടുപോയി നോക്കണം. തീർച്ചയായും വരും ദിവസങ്ങളിൽ നല്ല അപ്ഡേറ്റുമായി നീ പുതിയ ലൈവുമായിട്ട് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ള വിവരം തീർച്ചയായിട്ടും ആ ലൈവിൽ നീ പറയണം. അതുപോലെ തന്നെ സിനാൻ ഈ വീഡിയോ കാണുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളെ വീട്ടിൽ വരുന്ന സമയത്ത് നിങ്ങളും ഷാജിയെ ഉപ്പ അവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയിച്ച് തീർച്ചയായിട്ടും ഷാജിദ കൂട്ടിക്കൊണ്ടുപോയി നല്ലൊരു ജീവിതം ഉപ്പാക്കിനെങ്കിലും കിട്ടട്ടെ. നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.